ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം 25% മുതൽ 75% വരെ ഡിസ്കൗണ്ട്. ഇമ്മാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ, മേലെ പട്ടാമ്പി. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതുമൂലം പാവപ്പെട്ട യുവതിയുടെ മരണത്തിന് കാരണക്കാരിയായ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം ടൗണിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. DCC സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ ഉദ്ഘാടനം നിർവഹിച്ചു. വീണ ജോർജ് മന്ത്രിയും ദാസൻ മന്ത്രിയും വന്നുകൊണ്ട് മാത്രമാണ്. അവർ വന്നു പറഞ്ഞു, ഇവിടെ ഒരു കുഴപ്പമില്ല, രണ്ടുപേർക്ക് പരിക്ക് മാത്രമേ ഉള്ളൂ. അവരുടെ ആ പ്രസ്താവന നമ്മുടെ രാജ്യം മുഴുവൻ കണ്ടതാണ്. ആ ഒരു പ്രസ്താവന പേര് അവിടെ തെരച്ചിൽ നിർത്തിയത്. ബഹുമാനപ്പെട്ട നമ്മുടെ MLA ചാൻഡ്യൂപ്പൽ വന്നിട്ട് അവിടെ പറയാണ് തെരയണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഒരു തെരച്ചിൽ നടന്നത്. അപ്പോൾ ഈ ഒരു ഹിന്ദുവിൻ്റെ മരണം ശരിക്കും സർക്കാരിൻ്റെ ഒരു കൊലപാതകമായിട്ടാണ് ജനം കാണുന്നത്. ഇത്രയും വൃത്തികെട്ടൊരു മന്ത്രിയെയും ഒരു ഭരണകൂടത്തെ നമ്മൾ കണ്ടിട്ടില്ല. 2 ദിവസം മുമ്പ് അറിയാം, ഡോക്ടർ ആരിസിൻ്റെ ഒരു പ്രസ്താവന, ഒരു കാര്യവും നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, മെഡിക്കൽ കോളേജിൽ ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞ ഒരു വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഇത്ര പ്രസ്താവന വന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ ആരോഗ്യവകുപ്പ് ഇവിടെ ആകെ തറുമാറായി നടക്കുക. നമ്പർ 1 കേരളം, നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുമ്പോൾ തന്നെ നാളെ രാവിലെ നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സക്കായിട്ട് അമേരിക്കയിൽ പോകാൻ തീരുമാനിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് നമ്പർ 1 ബാധകമല്ല, ആരോഗ്യവകുപ്പിന് ബാധകമല്ല. ഒരു വീമ്പളക്ക എന്നല്ലാതെ ഒരു കാര്യവും ചെയ്യാതെ വീമ്പളക്ക് നടക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ ചെയ്തികൾക്കെതിരെ UDFും അതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് പോരാടുകയാണ്. UDF ചെയർമാൻ T. റിയാസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ AP രാംദാസ് മാസ്റ്റർ, T. കുഞ്ഞാപ്പ ഹാജി, TK ശുക്കൂർ, CK മുസ്തഫ, രവി സരോവരം, MT വഹാബ്, MN ചന്ദ്രൻ, AK ഹനീഫ, മനോജ് മേൽമുറി, KV ഷംസുദ്ദീൻ, വിശാഖ് B. നായർ, മുസ്തഫ കല്ലിങ്ങൽ, C. മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.